സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 121 സങ്കീർത്തനം 2 തിരുവചനം. എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. എത്ര മനോഹരമായൊരു വചനമാണിത്. ഇത് പ്രത്യാശയുടെ വലിയ ഏറ്റുപറച്ചിലാണ്. സങ്കീർത്തകനായ ദാവീദ് തന്റെ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നൊമ്പരങ്ങളും വേദനകളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഒത്തിരിയേറെ കൊടിയ ദുരിതങ്ങളിലൂടെ താൻ കടന്നുപോയപ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞ സത്യമായിരുന്നു, കർത്താവ് മാത്രമാണ് എൻ്റെ നിത്യസഹായകൻ. ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ദുഃഖങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ വിളിച്ച എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ തിരിച്ചറിവ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു വെളിപാടിൽ വേണം ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കേണ്ടത്. കർത്താവ് നമ്മുടെ നിത്യസഹായകനാണ്. ഏത് പ്രതിസന്ധിയിലും നമ്മെ സഹായിക്കുവാൻ, നമ്മെ കരം പിടിക്കുവാൻ, നമ്മെ വിശ്വസ്തയോടെ പരിപാലിക്കുവാൻ, തൻ്റെ മഹത്വത്തിൽ നമ്മെ സൂക്ഷിക്കുവാൻ കർത്താവ് കൂടെയുണ്ട്. കർത്താവ് വിശ്വസ്തനാണ്. ഈ വലിയ തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങള്, നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന വിവിധങ്ങളായ ആകുലതകളുണ്ട്. ഒരുപാട് കൊടിയ വേദനകളുടെയും ദുരിതങ്ങളുടെയും നാളുകളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തെ ഞെരുക്കിക്കളയുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. അവിടുന്ന് നമ്മുടെ നിത്യസഹായകനാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ, സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഒരു നിമിഷം ദൈവസന്നിധി നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം നമ്മുടെ മേലിറങ്ങട്ടെ. കർത്താവിന്റെ തേജസ്സിനാൽ നമ്മൾ പ്രകാശിതരാകട്ടെ. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ അഭിഷേചിതരാകട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ആവശ്യമായ വചനങ്ങൾ നൽകണം. ആവശ്യമായ വചനം നൽകണമേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല, നിത്യസഹായകനായി കർത്താവ് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധാത്മാവേ, ഉള്ളങ്ങളെയും ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനത്തിനായി ഓരോ ജീവിതത്തെയും വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ. സമൂഹങ്ങളിലേക്ക് വരണമേ. ദേശാന്തരങ്ങളിലേക്ക് വരണമേ. രാജ്യങ്ങളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ തീയായി, ദൈവത്തിന്റെ കാറ്റായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവാത്മാവിന്റെ സ്പർശനത്തിനായി, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യത്തിനായി നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഉള്ളം തുറന്ന്, കർത്താവേ എന്നെ ഉണർത്തണമേ, എന്നെ പ്രചോദിപ്പിക്കണമേ, എന്നെ തീയാക്കണമേ. ആഗ്രഹിച്ച് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു,
മനുഷ്യരുടെ മേൽ ആവസിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു പതിനായിരങ്ങളിൽ ആവസിക്കുക. മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുക. പരിശുദ്ധാത്മാവേ ആയിരങ്ങളെ ഡെലിവറൻസിലേക്ക് നയിക്കണമേ. നാമത്തിൽ വിട്ടുമാറുക. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹോളി സ്പിരിറ്റ് anoint us, anoint us. കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഇരക്കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളരുമലോടെ ജീവിക്കുന്ന കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ ഞങ്ങളുടെ രാജാവേ, സർവശക്തനെ, സർവാധിപനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ കാലഘട്ടത്തിന്റെ കൃപയുടെ തീയായി കത്തി പടരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപശക്തികൾ തകരട്ടെ, നാരിക ശക്തികൾ തകരട്ടെ, പൈശാചിക രൂപികൾ നിർവീര്യമാകട്ടെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. പരിശുദ്ധാത്മാവേ കുടുംബങ്ങളെ ഉണർത്തണമേ, സമൂഹങ്ങളെ ഉത്തേജിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരണമേ. ദൈവ തേജസ്സിനാൽ ഓരാത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിൽ നിന്ന് കൃപ സ്വീകരിക്കുവാൻ, വചനത്തിന്റെ പവർ സ്വന്തമാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ജീസസ് ജീസസ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് ഈ വിശ്വാസ ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ സാന്നിധ്യം സഹായം ഞങ്ങൾ തേടുന്നു. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ഉണർത്തുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അരിപ്പ. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അരിപ്പയെക്കുറിച്ചാണ് കർത്താവിൻ്റെ അരൂപി നമ്മോട് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നാം ചിന്തിക്കാം, ദൈവത്തിൻ്റെ അരിപ്പയോ? എന്താണ് ഈ അരിപ്പ? ഈ നാളുകളിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വളരെയധികം പ്രതിസന്ധികളിലൂടെയും കഷ്ടതകളിലൂടെയും വിവിധങ്ങളായ ഞെരുക്കങ്ങളും നൊമ്പരങ്ങളും കൊടിയ സഹനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ഇന്ന് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഇതിന് നടുവിൽ നമ്മൾ അനേകർ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്?
ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ കർത്താവിനെ സ്നേഹിച്ചിട്ടും സഭാത്മക ജീവിതം നയിച്ചിട്ടും വൈ ലോർഡ്, എന്തുകൊണ്ട് ദൈവമേ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഈ ദുരിതങ്ങളും പ്രതിസന്ധികളും തകർച്ചകളെല്ലാം സംഭവിക്കുന്നു? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുമായി നമ്മളെല്ലാം ഇന്ന് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ തലങ്ങളിലേക്ക് ഇന്ന് തൻ്റെ വചനങ്ങളിലൂടെ വെളിച്ചം വീശുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആലോചനയുടെ മുൻപിൽ നമുക്ക് സ്വസ്ഥമായി ആയിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നുണ്ട്, റോമാക്കാർക്ക് ഇത് ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള, നാം എല്ലാവരും ശ്രവിച്ചിട്ടുള്ള തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലവും നന്മയ്ക്കായി മാറ്റുന്നു. എത്രയോ പ്രാവശ്യം വചന പ്രഘോഷണ വേദികളിൽ ഈ വചനം നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്. അനേക പ്രാവശ്യം നമ്മൾ ഈ വചനം വായിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു വചനമാണിത്. തകർച്ചകളും വേദനകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ നാം പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, ദൈവമേ, ഇതിൽ എന്ത് നന്മയാണുള്ളത്? ഈ അപകടത്തിൽ എന്ത് നന്മയുണ്ട്? പെട്ടെന്നുണ്ടായ മരണത്തിൽ എന്ത് നന്മയാണുള്ളത്? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ദുരന്തത്തിലും ദുരിതത്തിലും എൻ്റെ ദൈവമേ, എന്ത് നന്മയാണുള്ളത്? മാനുഷികമായി ചിന്തിച്ച വിശദീകരണങ്ങൾ നൽകുവാൻ പറ്റാത്ത വിധം പ്രതിസന്ധികളുടെ വലിയ വേലിയേറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വരിഞ്ഞു മുറുക്കാറില്ലേ? എൻ്റെ ദൈവത്തിന്റെ പൈതലേ, ഇത് നിനക്കുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. പരിശുദ്ധാത്മ വ്യക്തമായി പറയുകയാണ്, ദൈവം സർവജ്ഞാനിയും സർവശക്തനുമാണ്. അവിടത്തേക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഈ വചനം നമുക്ക് തരുന്ന വെളിപാട് എന്താണ്? ആരെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര കൊടിയ തിന്മയാണെങ്കിൽ പോലും ആ തിന്മയെ നന്മയാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് വേദപുസ്തകം ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായം 13-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം വിശ്വസ്തനാണ്. നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പ്രലോഭനവും ഒരു പരിശോധനയും ദൈവം അനുവദിക്കുകയില്ല. നമ്മുടെ കപ്പാസിറ്റി നമ്മേക്കാൾ എത്രയധികമായി നമ്മുടെ കർത്താവിന് അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിലർ പറയാറില്ല, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, ഈ സഹനം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഈ പ്രശ്നം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇതെന്നെ കൊണ്ടേ പോകൂ, ഇതെന്റെ വിധിയാണല്ലോ, എനിക്കിത് സംഭവിച്ചല്ലോ, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചതാ, ഞാൻ എന്തുമാത്രം ഉപവസിച്ചതാ, ഞാൻ എന്തുമാത്രം കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ചതാ, എന്നിട്ടും ഈ തകർച്ച, ഈ സഹനം, ഈ നൊമ്പരം വന്നില്ലേ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം പറയാണ്, സഹോദര സഹോദരി, നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും ഒരു പരിശോധനയും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കില്ല. കാരണം അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ! എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിൽ അല്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും തന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം
ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 9-ാം വചനത്തിൽ പറയാണ്, ദൈവഭയമുള്ളവരെ, ശ്രദ്ധിക്കണമേ ആ വചനം, ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ആരെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തതയിൽ ശരണപ്പെടുന്നുവോ അവരെയെല്ലാം പരീക്ഷണങ്ങളിൽ നിന്ന്, പരിശോധനകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. ഈ വചനം തരുന്ന വെളിപാട് എന്താണ്? എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ തലയ്ക്കു മീതെ ദൈവം ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന് മുകളിൽ ദൈവം ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും വന്നു ചേരുകയുള്ളൂ. അത് സഹനങ്ങളാകാം, ദുരിതങ്ങളാകാം, രോഗങ്ങളാകാം, ക്ലേശങ്ങളാകാം, കഷ്ടതകളാകാം, നന്മകളാകാം, ഉയർച്ചകളാകാം, വിജയങ്ങളാകാം, എന്തു തന്നെയാണെങ്കിലും ദൈവം നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ അരിപ്പയിലൂടെ മാത്രമേ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വീഴുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എന്തിനാ അസ്വസ്ഥനാകുന്നത്? നമ്മൾ എന്തിനാ ഭയചകിതരാകുന്നത്? ദൈവത്തിന്റെ ജീവനുള്ള വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവഭയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെ പരീക്ഷകളിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണമെന്ന് കർത്താവ് അറിയുന്നു. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് പങ്കുവെക്കുകയാണ്. നാം പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പൂർവ്വ ജോസഫാണ്. എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധാത്മാവ് ഈ ദൈവ മനുഷ്യനിലൂടെ ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു പൂർവ്വ ജോസഫിന്റെ പ്രത്യേകത? സ്വന്തം സഹോദരങ്ങളാൽ, തൻ്റെ കുടുംബത്താൽ അവഗണിക്കപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ. മരുഭൂമിയിലെ പൊട്ടക്കിണറിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 37:24 വചനം പഠിപ്പിക്കുകയാണ്, മരുഭൂമിയുടെ പൊട്ടക്കിണറ്റിൽ സ്വന്തം സഹോദരങ്ങൾ അവനെ തള്ളിയിട്ടു. സ്വന്തം സഹോദരങ്ങളാൽ അവഗണിക്കപ്പെട്ടവൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, ഒരുപാട് അപമാനത്തിന്റെ നൊമ്പരങ്ങൾ പേറിയവനായിരുന്ന ജോസഫ്. ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ ഇല്ലേ? നമ്മൾ സ്നേഹിച്ചവരെ, നമ്മളെ ചങ്കായി നമ്മൾ കൂടെ നിന്നവരെ, നമ്മൾ സഹായിച്ചവരെ, നമ്മൾ വളർത്തിയവരെ, നമ്മൾ പലപ്പോഴും താങ്ങിയവരെ, ഇവരെല്ലാം പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, അവഗണിക്കുമ്പോൾ, നമുക്കെതിരെ തിരിഞ്ഞ് അപഖ്യാതികൾ അപവാദങ്ങളും പറഞ്ഞ് നമ്മളെ മുറിപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം തകരാറില്ലേ? എന്റെ സഹോദരങ്ങളെ, ജീവനുള്ള ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. പൂർവ്വ ജോസഫിനെ നോക്ക്, എന്താ വേദപുസ്തകം പറയുന്നത്? ഈ തകർച്ചയുടെ നടുവിൽ, ഈ ഒറ്റപ്പെടുത്തലിന്റെ നടുവിൽ, ശ്രദ്ധിക്കണം, ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു തന്റെ മുകളിൽ റോമർ 8:28 അരിപ്പ കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലൂടെ മാത്രമേ ഈ വേദനകളും സഹനങ്ങളൊക്കെ തന്റെ ജീവിതത്തിലേക്ക് വന്ന് വീഴുകയുള്ളൂ. ആകസ്മികമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ ആ വചനം. വീണ്ടും ഉൽപ്പത്തി 37:28 പറയാണ്, 20 വെള്ളിക്കാശിനെ സ്വന്തം സഹോദരങ്ങള് ജോസഫിനെ മിദിയാൻ കച്ചവടക്കാർക്ക് അടിമയായി വിൽക്കുകയാണ്. സ്വന്തം സഹോദരങ്ങളാൽ വിൽക്കപ്പെട്ട ജോസഫ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച നമ്മൾ എന്നേ തീർന്നു പോകുമായിരുന്നു. നമ്മൾ അസ്വസ്ഥരും, മുറിവേറ്റവരും, നമ്മൾ വിറുവിറുക്കുന്നവരും, മറ്റുള്ളവരെ നമ്മൾ നൊമ്പരപ്പെടുത്തുന്ന വളരെ ഇറിറ്റേറ്റഡായ വ്യക്തിത്വങ്ങളായി നമ്മളൊക്കെ മാറ്റപ്പെടില്ലേ പ്രിയപ്പെട്ടവരെ? ഇത് മതി നമുക്ക് ആന്തരിക മുറിവ് വരാൻ, ഇത് മതി നമ്മുടെ ജീവിതം വിഷാദത്തിലേക്ക് പോകാൻ, നമ്മൾ ഡിപ്രഷനാകാൻ. വേറെ എങ്ങോട്ടെങ്കിലും പോണോ? എന്ത് ഇതിനൊക്കെ കാരണം? നമുക്ക് പലപ്പോഴും ദൈവാശ്രയത്വമില്ല, ദൈവത്തിന്റെ ജീവനുള്ള വചനത്തിൽ വിശ്വാസമില്ല. നമ്മൾ വിശ്വസിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുന്നില്ല. കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഹൃദയമുറപ്പിക്കുന്നില്ല. ഇതിന്റെ പരാജയമാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്നത്. കർത്താവിന്റെ വാഗ്ദാനങ്ങളിൽ ചങ്കുറപ്പിച്ചൊരു വിശ്വാസിക്ക് അവരെത്ര ഫ്രീ ആണ്, അവളെത്ര സന്തോഷവതിയാണ്. ആണ് പൂർവ്വ ജോസഫിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ,
ഈ കൊടിയ സഹനത്തിലൂടെ കടന്നു പോയിട്ട് ഉൽപ്പത്തി 39:10 വാ. അവിടെ പോത്തിഫറിന്റെ സുന്ദരിയായ ഭാര്യ അവളുമായി പാപം ചെയ്യാൻ ജോസഫിനെ ക്ഷണിക്കുന്നു. അവൻ നല്ല ദൈവഭയമുള്ളൊരു ദൈവ പൈതലായിരുന്നു. അവൻ പറഞ്ഞു, നോ, എന്റെ കർത്താവിനെതിരായി ഞാൻ പാപം ചെയ്യുകയില്ല, ഞാൻ എന്റെ കർത്താവിനെ സങ്കടപ്പെടുത്തുകയില്ല. നമുക്കറിയാം ആ അനുഭവങ്ങളൊക്കെ. ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു വരുത്തി ഇത്ര ഭക്ഷണത്വമുള്ള ഈ ചെറുക്കനെയാണോ ഈ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, അവനെ അപമാനിക്കുമെന്നു എന്ന് പറഞ്ഞ് തന്റെ ഭർത്താവിനെടുത്ത് കാര്യങ്ങളെല്ലാം ഈ വിധത്തിൽ അവതരിപ്പിക്കുകയാണ്. ചെയ്യാത്ത കുറ്റത്തിന് ഇതാ ജോസഫ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കും, ദൈവം എവിടെ? ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ച എന്റെ ദൈവം എവിടെ പോയി? ഞാൻ വിശ്വസിച്ച എന്റെ കർത്താവ് എവിടെയാണ്? 100 ചോദ്യങ്ങൾ ഉയരില്ലേ? എന്റെ സഹോദരങ്ങളെ, ചെയ്യാത്ത കുറ്റത്തിൽ ജയിലിൽ കിടക്കുക. ഈ ജയിലിൽ കിടക്കുമ്പോഴും അവൻ പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവൻ ശരണപ്പെടുകയാണ്. കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഉൽപ്പത്തി 41:41 വരണം. ഞാൻ മറ്റു ഭാഗങ്ങളിലോട്ടൊന്നും കടക്കുന്നില്ല. ഈജിപ്ത് രാജ്യത്തിന്റെ ഒരു അടിമയായിരുന്ന ജോസഫിനെ ഈജിപ്ത് രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായി, പ്രധാനമന്ത്രിയായി ദൈവം ഫറവയിലൂടെ ഉയർത്തുകയാണ്. ഈ രാജ്യത്തിന് മുഴുവൻ അധികാരിയായി ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ഈ ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടിയായിരുന്നു. ഈ സഹനങ്ങളിലൂടെ, ഈ വേദനകളിലൂടെ, ഈ അപമാനങ്ങളിലൂടെ, ഒറ്റപ്പെടുത്തലുകളിലൂടെ എല്ലാം ദൈവം ജോസഫിനെ കടന്നു പോകാൻ അനുവദിച്ചത്. റോമർ 8:28 അരിപ്പ മുകളിലുണ്ടെന്നേ, നമ്മളൊക്കെ മുകളിലുണ്ട്. ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും വന്നു വീഴുകയുള്ളൂ. അത് സഹനമാണെങ്കിലും, ദുഃഖമാണെങ്കിലും, കണ്ണുനീരാണെങ്കിലും, അപകടമാണെങ്കിലും, പെട്ടെന്നുണ്ടാകുന്ന വേർപാടാണെങ്കിലും, ഉയർച്ചയാണെങ്കിലും, വിജയമാണെങ്കിലും, അതെന്ത് തന്നെയാണെങ്കിലും ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് വീഴുകയുള്ളൂ. ഇതെത്ര ആശ്വാസമുള്ള ഒരു ദൈവ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം അവനെ ഉയർത്തുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത നമ്മൾ ശരണപ്പെടണം. നമ്മൾ ഈ പരാതി പറഞ്ഞ് ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില നൊമ്പരങ്ങളിൽ, വേദനകൾ നമ്മളിങ്ങനെ ആകെ തളർന്നു പോയി, അസ്വസ്ഥപ്പെട്ട് നമ്മളാകെ ഇറിറ്റേറ്റഡായി, നമ്മുടെ ജീവിതം നരകതുല്യമായി തീരാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് തന്റെ ജനത്തോട് പറയുകയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റണം. പലപ്പോഴും ഈ വചനത്തിന്റെ വെളിപാട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഫ്രീഡം കിട്ടി. അപ്പൊ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക് പിന്നെ അസ്വസ്ഥതകളില്ല, പരാതികളില്ല. നമുക്ക് ഉറപ്പാണ് ഈ അരിപ്പയിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും വന്ന് വീഴുവാൻ കർത്താവ് അനുവദിക്കുകയുള്ളൂ. ഹല്ലേലൂയ! ഇതെത്ര വലിയൊരു സ്വാതന്ത്ര്യമാണ്! ഇതെന്തുമാത്രം വലിയൊരു ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ. പൗലോസ് സഭയോട് പറഞ്ഞില്ലേ, തെസ്സലോനിക്ക സഭയ്ക്ക് 1-ാമത്തെ ലേഖനം 5:24 കർത്താവ് വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ വിളിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയിൽ എന്നും ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ. അവിടുന്ന് വിശ്വസ്തനാണ്. സങ്കീർത്തനം 84:11 പറയുന്നു, ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, ഹൃദയ പരമാർത്ഥതയോടെ ജീവിക്കുന്നവർക്ക് കർത്താവിന്റെ വചനപ്രകാരം, കർത്താവിന്റെ ചട്ടപ്രകാരം, കർത്താവിന്റെ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ആരെല്ലാം ജീവിക്കുന്നവോ അവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല. അതുകൊണ്ട് അവരെന്റെ അവസരം മുടക്കി, ഇവരെന്റെ ജീവിതം നശിപ്പിച്ചു, ആ വ്യക്തി കാരണമാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലായത്, അത് കാരണമാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ആയത്, എൻ്റെ മക്കൾ ഈ വിധത്തിലായത്, ഇവരെയും സാഹചര്യങ്ങളെയും പഴി പറഞ്ഞ് നിന്റെ ജീവിതം നരകതുല്യമാക്കാതെ കർത്താവിന്റെ വിശ്വസ്തതയിലേക്ക് കണ്ണുയർത്തി കർത്താവിന്റെ വചനങ്ങളിൽ നിന്റെ ഹൃദയമുറപ്പിച്ച് നീ പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യമായി മാറുക. ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ തീ പിടിച്ച ആത്മാവായി നീ മാറുമ്പോൾ നിന്നിലൂടെ സഭയിൽ, പൊതുസമൂഹത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമായതെല്ലാം പ്രദാനം ചെയ്യും. ഈ ഒരു തിരിച്ചറിവോടെ
എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമപ്പെട്ട് ഈ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അലട്ടുന്ന, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന, നമ്മൾ പ്രയാസപ്പെടുത്തുന്ന എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, അവൻ തരുന്ന സമാധാനത്തിലേക്ക്, അവൻ തരുന്ന ആനന്ദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ